പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തരങ്ങൾ പറ്റുമെന്ന് അറിയില്ലേ. അത് മലയാള സിനിമയിൽ 100 കോടി ക്ലബ്ബിൽ കയറിയ ചിത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? പലരും ഇങ്ങനെ വാദപ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് നമ്മുടെ ടോമി തച്ചങ്കരി എന്ന് പറയുന്ന, ഇതുമായിട്ട് പുലിമുരുകനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പുള്ളി ഏതോ സ്ഥാപനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ MD ആയിരുന്നെന്നും മുളകുകാട് എന്ന് പറയുന്ന പുലിമുരുകൻ്റെ സംവിധായകൻ അതിൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടി 2 കോടി രൂപയെങ്ങാണ്ടും ലോൺ എടുത്തെന്നും അത് ഇത്രയും നാളായിട്ടും അടച്ചില്ല, അതുകൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറിയില്ല പുലിമുരുകൻ എന്ന് പറഞ്ഞ വാദം ഉന്നയിച്ചുകൊണ്ട് വരും. ഇത് പുലിമുരുകനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് ഈ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അവസാനം നിർമ്മാതാവ് തന്നെ പുറത്തു വന്ന് പറഞ്ഞു, എൻ്റെ പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രം 100 കോടി ക്ലബ്ബിൽ കയറിയതാണ്, അത് 100%. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഭൂരിപക്ഷം പ്രേക്ഷകരും അത് തന്നെ വിശ്വസിക്കുന്നു. കാരണം പുലിമുരുകൻ്റെ ഓളം നമുക്കറിയായിരുന്നു. ആ സിനിമ ഇറങ്ങിയപ്പം മാസങ്ങളോളം ടിക്കറ്റ് കിട്ടാതെ നമ്മൾ ആകെപ്പാടെ വിഷമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. തിയേറ്ററിലെ തിരക്ക്, നമ്മൾ പാതിരാത്രികളിലും ഷോ നമ്മൾ കണ്ടു. അതൊക്കെ നമുക്ക് നേരിട്ട് അറിവുള്ളതായ കാരണമായതുകൊണ്ട് പുലിമുരുകൻ 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ വേറെ പല ചിത്രങ്ങളുമുണ്ട് 100 കോടി ക്ലബ്ബ് കയറി എന്ന് പറയുന്ന പല ചിത്രങ്ങളിലുണ്ട്. അതിലൊന്നായിരുന്നു മാമാങ്കം. 135 കോടി ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് മാമാങ്കം എന്ന് പറയുന്ന പടത്തെ പറ്റി അന്ന് വലിയൊരു പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയായിരുന്നു. അന്ന് മമ്മൂട്ടി അഭിനയിച്ച മാമാങ്കം എന്ന് പറഞ്ഞ ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു ചന്ദ്രോത്ത് പല്ലിയമണിക്കർ എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത്. അതുപോലെ ചാത്തുണ്ണി എന്ന് പറയുന്ന 12 വയസ്സുകാരനായ മിസ്റ്റർ അച്ഛൻ, അങ്ങനെ ഒരു പേരുള്ള ഒരു പയ്യനും കൂടെ ചേർന്നാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ ചരിത്രത്തോട് ആദ്യം നീതി പുലർത്തിയ ഒരു കഥയെന്ന് പറയാം. പക്ഷേ അത് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംവിധായകനെ മാറ്റുന്നു, തിരക്കഥ മാറ്റിയിരുന്നു, അങ്ങനെ പല പ്രശ്നമുണ്ട്. അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് വേണു കുന്നംപള്ളി എന്ന് പറയുന്ന നിർമ്മാതാവായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് മാമാങ്കം എന്ന് പറയുന്ന പടം നിർമ്മിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം അദ്ദേഹത്തിൽ നിന്ന് നിരവധി ചിത്രങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ 18 വെള്ളപ്പൊക്കത്തിനെ പറ്റിയുള്ള ചിത്രം, അത് മലയാള സിനിമയുടെ ഒരു ചരിത്രമായി മാറിയത് നമ്മൾ കണ്ടു. ടോവിനോയും കുഞ്ചാക്കോ ബോബനും എല്ലാവരും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ആ ചിത്രം. അതിനുശേഷം ഈയിടെ ഇറങ്ങിയ രേഖാചിത്രം ഇദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രമാണ്. അങ്ങനെ മാളികപ്പുറം, ഉണ്ണിമൂന്തൻ ചിത്രം മാളികപ്പുറം, ഇതെല്ലാം തന്നെ വൻ ഹിറ്റായി മാറിയ ചിത്രങ്ങളാണ്. പക്ഷേ ഈ മാമാങ്കം എന്ന് പറഞ്ഞ ചിത്രത്തിന് 135 കോടി രൂപ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിച്ചത് എന്തുകൊണ്ടാണ്? അന്ന് തന്നെ ഒരു വിവാദമായിരുന്നു. കാരണം ആ ചിത്രം 50 കോടി പോലും തികഞ്ഞ ഒരു ചിത്രമല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ പോസ്റ്റർ അടിച്ചു എന്ന് പലരും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 100 കോടി ക്ലബ്ബിൽ ഈ മാമാങ്കം എന്ന് പറഞ്ഞ ചിത്രം ഇത്രയും നാളായിട്ടും ആരും പരത്തിയിട്ടില്ല എന്നുള്ളതും വേറെ ഒരു സത്യമാണ്. അപ്പോൾ ഇതിൻ്റെ കഥകൾ ഈ വേണു കുന്നംപള്ളി തന്നെ ഈയിടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. നമുക്കത് കുറച്ചൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. 10 കോടി കടന്നു, 20 കോടി കടന്നു, 30 കോടി കടന്നു. ഇത് ബമ്പർ ഹിറ്റാണ്, ജനങ്ങളെ ഏറ്റെടുത്തു, മനസ്സറിഞ്ഞ വിജയം. സാധാരണ എഴുതാനാണ് വന്നിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. അവൻ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമോ എന്നുള്ള വിഷമത്തിലിരിക്കും. മാമാങ്കത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 130 കോടി അങ്ങനെ ഒരു കളക്ഷൻ പോസ്റ്റർ കാണുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തരങ്ങൾ പറ്റുമെന്ന് അറിയില്ലേ. അത് എൻ്റെ അടുത്ത്, അതായത് പല ആൾക്കാരും എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നത്, ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ജനങ്ങൾ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിൽ നീന്താൻ അറിയാൻ പാടില്ലാതെ ചാടി മുങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ട് പിടിക്കാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പിടിക്കും. സിനിമ തിയേറ്ററിലോട്ട് വന്ന് ജനങ്ങൾ ആദ്യത്തെ 2 ദിവസം ഭയങ്കര കളക്ഷനായിരുന്നു, പിന്നെ നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറയണത്, നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താണ്, പിന്നെ ഈ പറയണ 135 കൂടെ പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരിചയമില്ലാത്ത എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പം നമ്മുടെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ
TDM ഹാൾ ഗ്രൗണ്ടിൽ നമുക്കൊരു ചെറിയ ഒരു ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു കേക്ക് കട്ടി ഞാൻ പറഞ്ഞ ഞാൻ ഫുള്ള് എൻ്റെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കേക്കും കട്ട് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. അതൊക്കെ അന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പണികൾ എന്താണെന്ന് പഠിച്ച്, എന്താണ് സിനിമയെന്ന് മനസ്സിലാക്കി, എന്താണ് ഡയറക്ടർ എന്ന് മനസ്സിലാക്കി, എന്താണ് സ്ക്രിപ്റ്റ് എന്ന് മനസ്സിലാക്കി, ഡയറക്ടറിൻ്റെ കഴിവ് മാത്രമല്ല അയാളുടെ സ്വഭാവം എന്താണെന്ന് നോക്കണമെന്ന് വിചാരിച്ച്, പറ്റാത്ത ആർട്ടിസ്റ്റുകളും അങ്ങനെ. അതിനുശേഷം ഇത്ര സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എൻ്റെ ഒരു സിനിമയെ പറ്റി ഒരു വിവാദം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളത്. അപ്പം ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ഒരു ഭയങ്കര വിവാദമായിരുന്നു. സംവിധായകനെ മാറ്റുന്നു, അങ്ങനെ M. പത്മകുമാറാണെന്ന് തോന്നുന്നു പിന്നെ സംവിധാനം ചെയ്യുന്നത്. ഒരുമാതിരി നല്ലൊരു ചിത്രമായിരുന്നു പൊതുവെ. പക്ഷേ ഒരു കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ പറ്റിയ രീതിയിലുള്ള ചിത്രമൊന്നുമല്ലായിരുന്നു. അദ്ദേഹം ഇതിനകത്ത് നിർമ്മാതാവ് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്തൊക്കെയോ പ്രലോഭിച്ച് ആരൊക്കെയോ പുള്ളിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഏകദേശം അന്നത്തെ കാലത്ത് 55 കോടി രൂപ എങ്ങോട്ട് മുടക്കിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ആ പടം നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ 3 വർഷം വലിയ കുഴപ്പമില്ലാതെ കളക്ഷൻ മുന്നോട്ട് പോയിരുന്നു. പിന്നെ അതിനുശേഷം ഇടിയാൻ തുടങ്ങി. അപ്പോഴത്തേനാണ് ചില ആൾക്കാർ കൂടെ നിന്ന് ചില ഫിൽബന്ധികളൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞു വലിയൊരു കേക്ക് മുറിക്കാം, വിജയാഘോഷം നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു കേക്ക് മുറിച്ചു. അപ്പം ആൾക്കാരെ പൊതുവായിട്ട് തോന്നും ഇതുപോലെ ഇതൊരു വൻ വിജയമായി മാറി എന്ന്. അങ്ങനെ 135 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അടിക്കാം. അങ്ങനെ അടിച്ച പോസ്റ്ററാണ് ഇപ്പോഴും മമ്മൂട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ആരാധകരൊക്കെ 135 കോടി മാമാങ്കം കിട്ടിയെന്ന് പലരും പറയുന്ന ആ പോസ്റ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ പടം തികഞ്ഞൊരു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് ഈ വേണു കുന്നംപള്ളി പറയുന്നത്. ഇനിയും വേറെ പുള്ളി കള്ളം പറഞ്ഞതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമോ എന്നെനിക്കറിയില്ല. കാരണം മുടക്കിയ നിർമ്മാതാവിനെ സംബന്ധിച്ച് അയാൾ വളരെയധികം നഷ്ടം വഹിച്ച പടമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പുലിമുരുകൻ നിർമ്മിച്ച ടോമിച്ചൻ മുളകാടും പറയുന്നു എൻ്റെ ചിത്രത്തിന് 100 കോടി കിട്ടി, അതിൻ്റെ ടാക്സും ഞാൻ അടച്ചിട്ടുണ്ട് എന്ന് പുള്ളി പറയുന്നു. അതുപോലും സമ്മതിക്കാൻ ആരും ഇപ്പം തയ്യാറായിട്ടില്ല. പുലിമുരുകൻ ഇപ്പോഴും 100 കോടി നേടിയിട്ടില്ല എന്ന് ചില ആരാധകർ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് അവർക്കൊരു ഇടുത്തി പോലെയാണ് ഈ മാമാങ്കം എന്ന് പറയുന്ന ചിത്രം 135 കോടി പോലിട്ട് ഒരു 50 കോടി പോലും ഇതിന് നേടാൻ പറ്റിയില്ല എന്ന് ഈ നിർമ്മാതാവ് തന്നെ പറയുന്നത്. അതിനെ തന്നെ എല്ലാവരും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്ന് ചാടിച്ച് ആകപ്പാടെ കുളമാക്കി എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിലാണ് 100 കോടി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സുരേഷ് കുമാറിൻ്റെ പ്രസ്താവന വരുന്നതും. സുരേഷ് കുമാർ പറയുന്നത് 100 കോടി എന്ന് പറയുന്നത് നിർമ്മാതാവിൻ്റെ കീശയിലേക്ക് വരുന്നില്ല, അത് ടാക്സും വേറെ രീതിയിലുമൊക്കെ എല്ലാവർക്കും പോയതിന് ശേഷം മാത്രമാണ് കിട്ടുന്നത്. അത് സുരേഷ് കുമാറിൻ്റെ ഭാഗത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം എപ്പോഴും സിനിമയുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് 100 കോടി നേടി എന്ന് പറയുമ്പോൾ അതിന് പല രീതിയിലും കാശ് പോകും. നിർമ്മാതാക്കൾക്ക് ഒരു പങ്ക് കിട്ടും, ടാക്സ് ഇനത്തിൽ പോവും, അതുപോലെ വിതരണക്കാർക്ക് പോവും, തിയേറ്റർ ഉടമകൾക്ക് പോവും. അങ്ങനെ പല രീതിയിൽ പോയതിന് ശേഷം ആ പ്രോഡക്റ്റിന് മൊത്തമായിട്ട് കിട്ടിയ കാശാണ് പറയുന്നത് 100 കോടിയെന്ന്. അത് തന്നെയാണ് മലയാള സിനിമയിലും എല്ലാവരും പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അത് ഒരു കാലത്ത് ശരിയാണ്. കാരണം 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലൊട്ടാകെ നമ്മൾ കാണുന്നതാണ് 100 കോടി നേടി. അല്ല, വിദേശ സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിലും ഇത്ര ഡോളർ നേടി, കോടിക്കണക്കിന് രൂപ. അപ്പം ആൾക്കാർക്ക് ഇതെന്ത് പടമാണ് എന്നറിയാൻ വേണ്ടി ആൾക്കാർക്ക് കയറി കാണാനുള്ള താല്പര്യം തോന്നും. അതാണല്ലോ ആവശ്യം. വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവന്ന് പടം കാണിപ്പിക്കുക എന്നുള്ളതാണ് നിർമ്മാതാവിനെ സംബന്ധിച്ച് അത്യാവശ്യം. അതിനുവേണ്ടി അവർ പല രീതിയിലും പല ടെക്നിക്ക് ഉപയോഗിക്കും. അങ്ങനെ ഒരു ടെക്നിക്കായിരുന്നു 135 കോടി രൂപയുടെ ഈ എന്താ പറയുക പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്തത്. അത് ഏതായാലും ക്ലിക്കായില്ല. എത്ര പോസ്റ്റർ അടിച്ചാലും പടം നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ കയറി കാണത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തിയേറ്ററിൽ പോയി പടം കാണുക എന്ന് പറയുന്നത് നല്ലൊരു മുടക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഫാമിലിയിലേക്ക്. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമിക്കുകൾ അത്യാവശ്യമായിട്ട് വരുന്നു നിർമ്മാതാക്കൾക്ക് എന്നാണ് വേണു കുന്നംപള്ളി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു. അതിനുശേഷമാണ് പുള്ളി 2018 അത് വൻ ഹിറ്റായി മാറുന്നു. അതുപോലെ മാളികപ്പുറം അതും വൻ ഹിറ്റായിട്ട് മാറുന്നു. ഇപ്പം രേഖാചിത്രം. അങ്ങനെ കഥയൊക്കെ നല്ല കഥയൊക്കെ നോക്കി ആണ് പുള്ളി ഇപ്പം പണം നിർമ്മിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വളരെയധികം ആ ആദ്യ ചിത്രത്തിലെ പരാജയത്തിന് ശേഷം വളരെയധികം വിജയിച്ചൊരു നിർമ്മാതാവാണ് ഈ വേണു കുന്നംപള്ളി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം ഇനിയും നല്ല ചിത്രങ്ങളൊക്കെ നിർമ്മിക്കട്ടെ. അങ്ങനെ മലയാള സിനിമ
ഉന്നതങ്ങളിൽ പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.